ഈ പാട്ടിൽ കാണുന്ന ശാലീന സുന്ദരിയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ദാദാ സാഹിബ് എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായികയായി അരങ്ങേറ്റം കുറിച്ച ആതിര. ഞാനൊന്ന് ഉറപ്പിച്ചതായിരുന്നു, ഇവിടെ സുബേദാർ അബൂബക്കർ കഴുത്തിൽ കയറി വീഴുമ്പോ തളിയൂർ അമ്മയുടെ ശ്രീകോവിലിന് മുന്നിൽ സ്വയം തീ കൊളുത്തി ജീവൻ എടുക്കണമെന്ന്. ശരിക്കും പേര് രമ്യ എന്നാണെങ്കിലും ആദ്യം ചെയ്ത കഥാപാത്രത്തിന്റെ പേരിലാണ് താരം അറിയപ്പെടുന്നത്. ഭർത്താവ് ഉദ്യോഗത്തിൽ ജഗദീഷിന്റെ നായികയായി മുഴുനീള കഥാപാത്രത്തെയും താരം അവതരിപ്പിച്ചിരുന്നു. എന്ത് ഭാവിച്ചാ മറ്റുള്ളവരെങ്ങനെ വിഷമിപ്പിക്കുന്നതിലും ഭേദം ചാവ് എന്നെ. കരുമാടിക്കുട്ടൻ, കാക്കി നക്ഷത്രം, അണുകുടുംബം എന്നിവയാണ് മറ്റ് സിനിമകൾ. കോട്ടയം സ്വദേശിയായ വിഷ്ണു നമ്പൂതിരിയെയാണ് താരം വിവാഹം ചെയ്തത്. അവസരങ്ങൾ ഏറെ വന്നിട്ടും ആതിര എന്തിനാണ് സിനിമ ഉപേക്ഷിച്ചത്? ഹലോ, വെൽക്കം ടു താടി പൊട്ടും ടോക്സ്. ഗൈസ്, നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോക്ക്, യെസ് ഗൈസ്, നമ്മുടെ അല്ലിയാമ്പൽ പൂവേ ആ പാട്ട് കണ്ടില്ലേ നിങ്ങൾ? നമ്മുടെ ദാദാ സാഹിബ് എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ ഹിറ്റ് ചിത്രത്തിലെ നായിക ആതിര എന്നല്ല ശരിക്കുള്ള പേര്, രമ്യ എന്നാണ്. പക്ഷെ ആ ഫസ്റ്റ് പടത്തിലെ ക്യാരക്ടറിന്റെ പേരിൽ തന്നെയാണ് നമ്മൾ ആ നടിയെ അറിയുന്നത്. ആ മുഖം കാണുമ്പോൾ തന്നെ ആതിര തന്നെ വിളിക്കാൻ തോന്നുന്നു അല്ലേ? ആതിര എന്ന് പറയുന്ന നടി ഇപ്പൊ എവിടെയാണ്? ആതിര അഭിനയിച്ച പടങ്ങൾ ഈ പറയുന്ന പോലെ പിന്നെ നമുക്ക് ഹിറ്റായിട്ട് ഓർമ്മ വരുന്നത് എന്താ പറയാ, ഭർത്താവ് ഉദ്യോഗത്തിലെ ജഗദീഷിന്റെ ഭാര്യയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കരിമാടിക്കുട്ടനില് രാജംബി ദേവിന്റെ ഡോക്ടറായ മകളാണ്, നല്ല കാരുണ്യമുള്ള മകള്. രാജംബി ദേവ് നമ്മുടെ കലാപം മണിനെ ഉപദ്രവിച്ചൊക്കെ ഇടുമ്പോൾ പോയി എടുക്കണതൊക്കെ ആ ഒരു സ്വീറ്റ് ഡോക്ടറായിട്ടുള്ള മോളെയൊക്കെ ഓർമ്മയില്ലേ? അപ്പൊ അത് പിന്നെ അണുകുടുംബം.com അങ്ങനെയൊക്കെ ഒരു 4-5 പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പടങ്ങൾ വീണ്ടും ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ഈ പറയുന്ന ആതിര ഫിലിം ഫീൽഡ് വിട്ടു? തനിക്ക് ഫിലിം ഫീൽഡിൽ നിന്ന്, ഈ സിനിമ ലോകത്ത് നിന്ന് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളെ പറ്റി ആതിര പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും വീഡിയോ കാണാം. അപ്പോഴൊന്നും തോന്നിയിട്ടൊന്നുമില്ല. കാരണം എനിക്ക് അത്ര അതിനകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. കാരണം ചില ബുദ്ധിമുട്ടുകൾ വന്നത് കാരണം ലൈഫിൽ എനിക്ക് അത്രയും തൻ്റെ ഇടം തോന്നിയില്ല. ഞാൻ എവിടെയോ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്, സിനിമ അഭിനയം എന്ന് പറയുന്നത് ഒരു ട്രാപ്പാണ് എന്നുള്ളൊരു കോട്ടുകൾ. ഒരു പക്ഷേ അങ്ങനെ ഒരു എന്തെങ്കിലും അങ്ങനത്തെ ഒരു അനുഭവത്തിന്റെ എന്തെങ്കിലും ബേസിലായിരിക്കും അനുഭവം. അതെ, എൻ്റെ അനുഭവത്തിൽ എനിക്കതൊരു വല്ലാത്തൊരു കുറച്ച് ദുരവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അത് എൻ്റെ ജീവിതത്തെ മൊത്തം താളം തെറ്റിച്ചായിരുന്നു. അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഞാനൊന്ന് രക്ഷപ്പെടണം, ഓടി മാറണം എന്നുള്ളൊരവസ്ഥയിൽ ഞാൻ എത്തിയിരുന്നു. ആ അവസ്ഥയിലാണ് ഞാൻ പെട്ടെന്ന് സഡൻലി നിർത്തുക ചെയ്തത്. എന്നുവെച്ചാൽ ആരോടും, അതിനകത്തുള്ളവരോടും പറഞ്ഞില്ല, പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഞാൻ നിർത്തുവാണെന്ന് മാത്രം പറഞ്ഞു. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുകൾ വിളിക്കുമ്പോൾ ഞാൻ നിർത്തുവാണെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഫോൺ നമ്പർ വരെ ഉപേക്ഷിക്കുക ചെയ്തത്. അത് ആ രീതി എനിക്ക് സിനിമ ഫീൽഡ് എന്താണെന്ന് എനിക്ക് അന്ന് അറിയില്ലാത്തതുകൊണ്ട് പറ്റിയതാവാം. പക്ഷേ എനിക്ക് കുറച്ച് നല്ല രീതിയിൽ മോശം അനുഭവങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. അതെൻ്റെ മനസ്സിൽ ഇപ്പോഴും എനിക്കൊരു കണ്ണീരായിട്ട് കിടക്കണ ഒരു സംഭവം. ഇത് കുറേ നല്ല വശങ്ങളും ഉണ്ട്, പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഒരു കണ്ണീരായിട്ട് കിടക്കണ ഒരു കുറേ ഭാഗങ്ങളുണ്ട് അതിനകത്ത്. ഇപ്പോൾ പക്ഷേ ഞാൻ ഹാപ്പി ആട്ടോ, അതൊക്കെ മാറി ഇപ്പം ഞാൻ ഹാപ്പി. അല്ല, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായതുകൊണ്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ സിനിമ അഭിനയത്തിലേക്ക് പോകണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. അഭിനയിക്കണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ഞാൻ ഞാൻ സിവിൽ പഠിച്ചതാണ്, ഡ്രാഫ്റ്റ്സ്മാൻ സിവിലാണ് പഠിച്ചേക്കണേ. ആ ഒരു ഫീൽഡിലേക്ക് ഞാൻ പോയേനെ. പക്ഷെ ഇതിപ്പോൾ ഇതുമില്ല ജോലി. അതിനുശേഷം കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കപ്പോൾ പഠിച്ച ഫീൽഡുമായിട്ടുള്ള ടച്ച് വിട്ടു. പിന്നെ അത് ആ ഒരു പുറത്തിറങ്ങാനൊരു ഭയമായിപ്പോയി. കുറച്ച് വർഷങ്ങളെടുത്തു. ഞാനൊന്ന് പുറം ലോകമായിട്ടൊരു മിംഗ്ലിങ് കൂടുതൽ വരാൻ എനിക്ക് കുറച്ച് വർഷങ്ങളെടുത്തു. കാരണം നമ്മൾ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റില്ല, നമ്മൾ റെഡിയായി അല്ലാണ്ട് നടക്കാൻ പറ്റില്ല. റെഡിയായി നടന്നാൽ കുഴപ്പം. എല്ലാം കൊണ്ടും ഞാൻ ഒതുങ്ങിപ്പോയായിരുന്നു. പിന്നെ മാരേജൊക്കെ കഴിഞ്ഞ് കുട്ടികളായതിനു ശേഷമാണ്, കുട്ടികളെ സ്കൂളിലും കൂടെ വിട്ടതിന് ശേഷമാണ് ഞാൻ ശരിക്കൊരു ഫ്രീ ആയത്. കുറച്ച് വർഷം ഞാൻ അതുകൊണ്ട് ശരിക്കും ഉൾവലിഞ്ഞ് ജീവിച്ചിരുന്നു.
ഒരു നാട്ടിൻപുറത്തെ കുട്ടിയായിട്ടാണല്ലോ ശരിക്കും ദാദാ സാഹിബിലും അഭിനയിക്കുന്നത്. ഒരു റിയൽ ലൈഫിലും അങ്ങനെ തന്നെയായിരുന്നു തോന്നുന്നില്ലേ? അതെ അതെ, ഞാൻ പക്ക നാട്ടിൻപുറത്തുകാരിയായിട്ട് തന്നെയായിരുന്നു. കാരണം എൻ്റെ ഗ്രാമം ശരിക്കും അത് ആ ഒരു ഇതിലാണ്. പിന്നെ ഞങ്ങൾ നമ്പൂരിമാരായതുകൊണ്ട് ഇല്ലത്തെ ആ ഒരു രീതിയിൽ ആ രീതിയിലേ ഉള്ളൂ, അല്ലാത്തൊരു ജീവിതം ഇല്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു സിനിമയ്ക്ക് പോലും ഞങ്ങൾ പോണത്, എൻ്റെ അച്ഛൻ എൻ്റെ 11 വയസ്സിൽ മരിച്ചാൽ, അപ്പോൾ ഞങ്ങളെ കൊണ്ടുപോകാനൊന്നും സിനിമ കാണിക്കാൻ കൊണ്ടുപോകാനൊന്നും ആരുമില്ല. തനി നാട്ടിൻപുറത്തുനിന്നാണ് ഞാൻ ശരിക്കും പെട്ടെന്ന് ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്. ഈ ലൊക്കേഷനിലേക്കൊക്കെ പോകുമ്പോൾ കൂടെ വരുന്നത് അല്ല, എൻ്റെ ആദ്യം എനിക്ക് ചേച്ചിയുടെ ഹസ്ബൻഡ്, എൻ്റെ നേരെ സിസ്റ്ററുടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു കുറച്ച് ദിവസം. പിന്നെ അമ്മ കൂടെ വന്നിരുന്നു. അവരും രണ്ടുപേരും മാത്രമേ വന്നിരുന്നുള്ളൂ. പിന്നെ ഒരു അസിസ്റ്റൻറ്റിനെ എന്നുള്ള രീതിയിൽ വച്ചിരുന്നു. അത് നമുക്ക് പരിചയമുള്ളൊരു പയ്യൻ തന്നെ, അത്രേ ഉള്ളൂ. വേറെ ആരും ഇല്ലായിരുന്നു. അമ്മ തന്നെയായിരുന്നു കൂടുതൽ, ഓൾമോസ്റ്റ് അമ്മ തന്നെയായിരുന്നു. ഒരുപക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൻ്റെ മുതലെടുപ്പായിരിക്കും ഒരുപക്ഷെ അന്ന് സിനിമകളിൽ നടന്നിട്ടുണ്ടാവും, അങ്ങനെ തോന്നുന്നു. അതായത് ഒരു സാധാരണ ഒരു പെൺകുട്ടി, ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടി അഭിനയത്തിലേക്ക് വരുമ്പോൾ അതിനെ മുതലെടുക്കാൻ, അല്ലെങ്കിൽ കൂടെ അങ്ങനെ ചോദിക്കാൻ ഒരാൾ, അങ്ങനെ ഒരു അതിനെ മുതലെടുക്കുന്ന ഒരു സാഹചര്യമാണെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയല്ല, ഒരു പ്രത്യേക രീതിയാണ് അതിലേക്ക് നമ്മൾ വരുന്നതെന്ന് പറയുമ്പോൾ. വന്നു കഴിഞ്ഞാൽ അതിന് മുമ്പത്തെ മുഖമല്ല, നമ്മൾ നേരെ സ്ക്രീനിലോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ സംസാരത്തിലോ കാണുന്ന രീതിയല്ല ഓരോരുത്തരും അടുത്ത് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മളോട് ചോദിക്കണം ക്വസ്റ്റ്യൻ. അത് ഇപ്പം എനിക്ക് പറയാമെന്നറിയില്ല, ഇത്രയും വർഷത്തിന് ശേഷം ഞാൻ ഉള്ളു തുറന്ന് പറയണമെന്ന് വിചാരിച്ചിട്ടുള്ള കാര്യമാണ്. നേരിട്ട് നമ്മളോടും അത് ചോദിക്കാൻ ആർക്കും മടിയില്ല. പലരും നല്ലവരുണ്ട് കേട്ടോ, ഒരുപാട് നല്ലവരുണ്ട്. പക്ഷേ കുറച്ച് നമ്പേഴ്സ് ആണെങ്കിൽ പോലും അല്ലാത്ത രീതിയിൽ നമ്മളോട് സംസാരിക്കണവരുണ്ട് ആ ഫീൽഡിൽ. അത് എല്ലാവർക്കും ചിലപ്പോൾ അത് തരണം ചെയ്യാൻ പറ്റില്ല. ഞാനപ്പോൾ അതിൽ നിന്ന് ഉൾവലിയാൻ നോക്കി, അതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കി. പക്ഷെ അതിൽ കുറച്ചാളുകൂടി പിന്നെ എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കണം. കാരണം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒട്ടും ഒരു കഴിവില്ലാത്തൊരു ഫാമിലി, കാരണം ഏറ്റവും പൂവർ ഫാമിലിയാണ് ഞങ്ങൾ. ഒട്ടും കഴിവില്ലായിരുന്നു. അപ്പോൾ കുറച്ച് ക്യാഷും ഒക്കെ കിട്ടുമല്ലോ എന്നുള്ളൊരു, ഏത് രീതിയിൽ അത് മേടിക്കാനും അറിയില്ല. ഒരു ഉദ്ഘാടനത്തിന് പോയ ഒരു ഫ്ലവേഴ്സ് മാത്രം തന്നിട്ടുണ്ട്, ഒരു ഷേക്ക് ഹാൻഡ് മാത്രം തന്നു വിട്ടിട്ടുണ്ട്. ഒരു വണ്ടിക്കാശ് ജസ്റ്റ് ചിലപ്പോൾ തരും, അതുപോലും ഇല്ലാത്ത സ്ഥലങ്ങളുണ്ടായിട്ടുണ്ട്. അന്നൊന്നും അതെങ്ങനെ മേടിക്കണമെന്നോ ഒന്നും എനിക്കും അറിയില്ലായിരുന്നു. അത് കാരണം നമുക്ക് അതിനകത്തുനിന്ന് പുറത്തേക്ക് പെട്ടെന്ന് ഇറങ്ങാനും പറ്റില്ല. അതിനകത്ത് പെട്ട ഒരവസ്ഥയായിരുന്നു ഒരു 1.5-2 കൊല്ലം ആയപ്പോഴത്തേക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒറ്റയടിക്ക് ഇട്ടെറിഞ്ഞ് ഞാൻ പോരുക ചെയ്ത ആ ഫീൽഡ്. ഇതുപോലെ ഇപ്പം ഈ അതിനെ പറഞ്ഞ പോലെ ഒരുപാട് പേർക്ക് ഇപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ പണ്ടുള്ളതിനേക്കാൾ വളരെ കുറവാണ് ഇന്നത്തെ പെൺകുട്ടികൾക്ക്. നോ പറയുന്നിടത്ത് നോ പറയാനും, എന്ത് തേങ്ങാ കൊല പ്ലെയിൻ വന്ന് തലയിൽ വീണാലും അതിനെ പ്രതികരിക്കാനുള്ള പേടിയില്ല. കാരണം ഇത് സോഷ്യൽ മീഡിയയുടെ കാര്യമാണ്. എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ മീഡിയാസിനെ അറിയിക്കാം, നമുക്ക് സ്വന്തം ചാനലുകളോ ഇൻസ്റ്റാഗ്രാം പേജോ ഫേസ്ബുക്ക് പേജിലോ ഉണ്ടെങ്കിൽ അതിലൂടെ പറയാൻ നമുക്ക് പറയാനുള്ളത്, പ്രതികരിക്കാനുള്ള പ്ലാറ്റ്ഫോംസ് ഒരുപാടുണ്ട്. പണ്ട് അതില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയാൻ എവിടെ പറയും, ആരോട് പറയും? അങ്ങനെ പറഞ്ഞാൽ തന്നെ ഇതൊക്കെ നേരെ തിരിച്ച് നമ്മുടെ അടുത്തേക്ക് വരും എന്ന് വിചാരിച്ച് പല കാര്യങ്ങളും, സത്യസന്ധമായി ഉണ്ടായ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല. അത് അങ്ങനെ പറയാതിരുന്നാലും ആ പറയാതിരിക്കുന്നത് തരം കണ്ട് നമുക്ക് നേരെ നമുക്കെതിരായി നമ്മളെ മോശക്കാരായി ചിത്രീകരിക്കാൻ നമുക്ക് ചുറ്റും ഒരുപാട് പേരുണ്ടാവും. അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു രീതിയിൽ ഒന്ന് പ്രസിദ്ധമായി കഴിഞ്ഞോ, അല്ലെങ്കിൽ ഒന്ന് പച്ച പിടിക്കുകയോ, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒന്ന് അണിഞ്ഞൊരുങ്ങി നടങ്ങാൻ പോലും നമ്മൾ ശരിയല്ല, അല്ലെങ്കിൽ നമ്മളെ പറ്റി റൂമർ പറയാനോ അത്തരത്തിലുള്ളവരും ഉണ്ടാവും. ഈ സിനിമ ഫീൽഡിൽ തന്നെ നല്ലവരുണ്ട്, ചീത്തവരുണ്ട്. അത് ഈ ഫീൽഡ് മാത്രമല്ല, എല്ലാ ഫീൽഡിലും ഉണ്ട്. ഇവര് പറയുന്നുണ്ട്, സാധാരണ ഒരു ഗ്രാമത്തിലെ സാധാരണ ഒരു നമ്പൂതിരി കുടുംബത്തിലെ വളരെ പുവർ ഫാമിലിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ വീട്ടിലേക്ക് ഒരു വരുമാന മാർഗം ഇതിൽ നിന്ന് പൈസ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് പലപ്പോഴും പല കാര്യങ്ങൾക്കും എന്താ പറയുക, നമുക്ക് പ്രതികരിക്കാൻ പറ്റാതെ ഇതിൽ വന്നു പോയി. നമുക്ക് വരാനുള്ള ആ ട്രാപ്പിൽ നമ്മൾ വീണ് കഴിഞ്ഞു. പക്ഷെ ഇതിൽ നിന്ന് കയറാൻ പറ്റാതെ, അത്രയും ധൈര്യമൊന്നും ഇല്ലാതെ അതിൽ തന്നെ കുറച്ച് നാൾ നിൽക്കേണ്ടി വരുന്നുണ്ടാവും. പിന്നീട് അത് ഒരു സൂയിസൈഡ് ചെയ്താലോ, എൻ്റെ ജീവിതം പോയില്ലോ, അല്ലെങ്കിൽ ഈ ഫീൽഡിലേക്ക് വരണ്ടായിരുന്നു, മറ്റെന്തെങ്കിലും ജോലി ചെയ്താൽ മതിയായിരുന്നു, ഇതിനെ കരകയറാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സാഹചര്യം എല്ലാം മാതിരിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഒരുപാട് നടികൾക്ക് എന്ന് പറയാൻ കാരണം നടികളാണല്ലോ കൂടുതലായിട്ട് മിസ്യൂസ് ചെയ്യുന്നവർ. പക്ഷെ നടന്മാരെ പോലും യങ്ങേഴ്സിനൊക്കെ സിനിമകളിലേക്ക് വരുമ്പോൾ ഇതുപോലെ അവരും നേരിട്ടിട്ടുള്ള പല സ്ഥലങ്ങളിൽ പല കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആൺകുട്ടികൾക്കാണെങ്കിലും ഫിലിമിൽ ചാൻസ് കൊടുക്കാൻ പറഞ്ഞിട്ട് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് ചോദിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാലും പെൺകുട്ടികൾക്കാണ് കൂടുതലും നേരിടേണ്ടി വരിക. ഇതൊരു ട്രാപ്പാണ്, ഇതിൽ നിന്ന് കയറാൻ പറ്റില്ല. നമ്മൾ ഒരിക്കലും വിചാരിക്കാത്തവരായിരിക്കും. നമുക്ക് സിനിമയുടെ ഭാഗമായി നിൽക്കുമ്പോൾ അവർക്ക് മറ്റൊരു മുഖം, അതല്ലാതെ ആ ആളുകൾ
ഒരു മടിയോ അല്ലെങ്കിൽ ഒരു ഇതോ ഇല്ലാതെ അവർക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, അഡ്ജസ്റ്റ്മെന്റിനെ പറ്റിയോ മറ്റോ മോശമായ രീതിയിൽ അവർക്ക് ഒരു ഭയവും ഇല്ല, പേടിയും ഇല്ല. പക്ഷെ നമ്മളത് കേട്ട് ഞെട്ടി തെറിച്ച് നമ്മളോട് ഇങ്ങനെയാണ് ഇങ്ങനെ പറയാൻ നമ്മൾ ഫ്രണ്ടായിക്കൊണ്ട് നടക്കുന്ന ചില ആളുകൾ നമ്മളുടെ അടുത്ത് മോശമായി സംസാരിക്കുക പെരുമാറുക ചെയ്യുമ്പോൾ നമ്മൾ പോലും ഞെട്ടിപ്പോവും അവരുടെ റിയാക്ഷൻ കാണുമ്പോൾ ഇതെന്ത് ഇവരിങ്ങനെയാണ്. അപ്പൊ പിന്നെ ഇതുപോലുള്ള ഒരു ഫീൽഡിൽ ഇത്രയും വലിയൊരു ഫീൽഡിൽ ഉണ്ടാവുന്ന അനുഭവങ്ങൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഈ ആതിര എന്ന് പറയുന്ന നടി നല്ലൊരു നടി തന്നെയായിരുന്നു. മമ്മൂട്ടിയുടെ നായികയായിട്ട് തുടക്കം കുറിച്ച് പിന്നീട് ഒരുപാട് പടങ്ങൾ, അതിന് ശേഷം ഒരുപാട് അവസരങ്ങളും പടങ്ങളും നേരിട്ട് വന്നിട്ടും അത് തന്നെ നിർത്തി അതിൽ നിന്നെല്ലാം മാറി ആരോടും പറയാതെ ഉൾവലിഞ്ഞുകൊണ്ട് മറ്റേ മൊബൈൽ നമ്പർ പോലും മാറി നിൽക്കുന്നുണ്ട്. കാരണം ആ രീതിയിൽ തുടർന്നാൽ തൻ്റെ ജീവിതം കൈവിട്ട് പോവും എന്നുള്ളൊരവസ്ഥയായപ്പോഴാണ് ഈ പറയുന്ന ആതിരയ്ക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. ഇപ്പോഴും ഒരുപാട് നടിമാര് പലരും ഒരുപാട് പേര് നമ്മളിപ്പോൾ ആരെയൊന്നും പറയാൻ പറ്റില്ല. അവര് ഒരുപാട് പേര് പല തമിഴിൽ പോയിട്ട് തെലുങ്കിൽ പോയിട്ടും ഒക്കെ മലയാളത്തിൽ നിന്ന് മാറിപ്പോയി ഈ പറയുന്ന ഒരു ട്രാപ്പിൽ പെട്ടാൽ പിന്നെ അതിൽ നിന്ന് കയറാൻ പറ്റാതെ അല്ലെങ്കിൽ മാക്സിമം പൈസ ഉണ്ടാക്കാൻ പറ്റുന്നവർക്ക് ഉണ്ടാക്കാം എന്ന രീതിയിലൊക്കെ നിൽക്കുന്നവരുടെ എല്ലാവരും അല്ല, ഒരുപാട് പേര്. ചിലവര് തുറന്ന് പറയുന്നു, ചിലവർക്ക് ഈ ഒരു സാഹചര്യം പൊരുത്തപ്പെടാൻ പറ്റാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫിലിം വീഡിയോ 1, 2, 4, 5 പടം ചെയ്തിട്ട് പോകുന്നവരുണ്ട്. ഒരു പടമോ 2 പടമോ കഴിയുമ്പോഴേക്കും ഇതുപോലത്തെ ദുരനുഭവങ്ങൾ നേരിടുമ്പോൾ അത് നേരിടാൻ കഴിയാത്തവരുണ്ടാവാം, അവർ പോകും. നേരിട്ടതിന് ശേഷം മാനസികമായി വിഷമിച്ചവർ ഫീൽഡ് വിട്ടു പോയവരുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ചാൽ അറിയാം, ചില നല്ല കഴിവുള്ള നടിമാര് വന്നിട്ട് 1, 2 പടത്തിൽ മാത്രം അഭിനയിച്ച് ഫീൽഡ് വിട്ടു പോകുന്നത് ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവങ്ങൾക്കും നേരിടാൻ നിൽക്കാതെ അല്ലെങ്കിൽ നേരിട്ടിട്ട് അതിൽ നിൽക്കാൻ പറ്റാതെ പോകുന്നവരാണ്. അല്ല അതിൽ നമുക്ക് എന്തായാലും നനഞ്ഞു വന്നാൽ കുളിച്ച് കയറാമെന്ന രീതിയിൽ തുടർന്ന് പോരുന്നവരും ഉണ്ടാകാം. ഒരിക്കലും അല്ല. അതാ ഞാൻ പറഞ്ഞത്, അതൊരു ട്രാപ്പാന്ന് പറഞ്ഞു. കാരണം പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോട്ടോ എല്ലാ മാധ്യമങ്ങളിലും വന്നു. അതായത് എത്ര പേപ്പറാണോ അല്ലെങ്കിൽ മാഗസീൻസ്, അന്ന് മാഗസീൻസ് ആണല്ലോ വരണേ. നമ്മൾ ആദ്യത്തെ ഒരു ഇത് വരണ പോലെയല്ല. നമ്മൾ മമ്മൂട്ടിയുടെ ഹീറോയിനാണ് എന്ന് പറഞ്ഞു നമ്മുടെ എല്ലാ മാധ്യമക്കാരും വന്നെടുത്തു. ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഒക്കെ നമ്മുടെ ഇത് കഴിയുമ്പോഴാണ് എല്ലാം ചേഞ്ച് ആവുന്നത്. അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഓരോരുത്തരുടെ ബിഹേവ് വരുന്നത്. അത് ഞാൻ പറഞ്ഞില്ലേ, തുറന്നത്രയൊന്നും നമുക്ക് കൂടുതൽ പറയാൻ പറ്റില്ല. കാരണം ബുദ്ധിമുട്ടുകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഇന്നവരെന്നല്ല, അത് ഞാൻ പറഞ്ഞില്ല, ഒരു സ്വപ്നമേവ നമ്മളോട് അങ്ങനെ പെരുമാറുന്ന ചിന്തിക്കാത്തവർ കൂടെ ചോദിക്കുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ട്. അതുകൊണ്ട് എന്താ അറിയോ, നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ആ കാഴ്ചപ്പാടിൽ കാണുന്നവരുണ്ടാവും. നമ്മളൊരു ഫാമിലി ഗെറ്റ് ടുഗദർ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും പോകുമ്പോഴും പുറമേ നിന്ന് കേൾക്കുന്ന വേർഡ്സ് ചിലപ്പോൾ അതാവും. അപ്പോൾ നമ്മളെ മാനസികമായിട്ട് വല്ലാണ്ട് തളർത്തും. ഇപ്പോൾ പലരും പറയും സൂയിസൈഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്നൊക്കെ പറയാതെ ഞാനും ഒരു സമയത്ത് ചിന്തിച്ചിട്ടുണ്ടത്. ഒന്ന് സൂയിസൈഡ് ചെയ്താൽ മതിയോ എന്നുള്ളൊരു ചിന്ത വന്നു. ആ സമയത്താണ് ഞാൻ പറയാം, എനിക്ക് എൻ്റെ ദൈവദൂതനെ പോലെ വന്നാണ് എൻ്റെ ഹസ്ബൻഡിനോട് എനിക്ക് ചോദിക്കണമെന്ന് ഞാൻ പണ്ട് തൊട്ട് പരിചയമുള്ളതാണ് പുള്ളി. ഞാൻ ഈ ഇത്രയും ഡെസ്പായിട്ടിരുന്നൊരു സമയമുണ്ട്, അതായത് എനിക്ക് ജീവിതത്തിന് മുന്നേറാൻ ഇനി ഒന്നുമില്ല. ആ സമയത്താണ് എൻ്റെ ഹസ്ബൻഡും ഞാനും റിലേറ്റീവാണ്. അപ്പോൾ പുള്ളിയോട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ചോദിച്ചു, എനിക്ക് മാരേജ് ചെയ്താൽ കൊള്ളാമെന്നുള്ളത് അങ്ങോട്ട് പറഞ്ഞു. വേറൊരാളായിരുന്നെങ്കിൽ ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് എന്നെ ചിലപ്പോൾ ഉപേക്ഷിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവും. ആ പറഞ്ഞത് കറക്റ്റാണ്. ഇന്ന് പല നടികളും പെട്ടെന്ന് തന്നെ കുറേ നാളൊക്കെ പടത്തിൽ നല്ല ശുഷ്കിച്ച് നിന്നതിന് ശേഷം ഒരു നല്ലൊരു ഡയറക്ടറെയോ പ്രൊഡ്യൂസറെയോ അല്ലെങ്കിൽ ഫിലിം ഫീൽഡുമായി ബന്ധപ്പെട്ട നടനെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഈ ഫീൽഡുമായി ബന്ധപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കും. കുറേ നാൾ കഴിയുമ്പോൾ അവർ സെപ്പറേറ്റ് ആവണമെന്ന് നമ്മൾ അറിയും. അതിൻ്റെ ഒരു കാരണം തന്നെ ആതിര ഇപ്പം ചൂണ്ടി പറഞ്ഞ പോലെയുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഉണ്ടായത് പിന്നീട് അറിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പിന്നീട് ഈ ദുരനുഭവങ്ങളുമായുള്ള ആളുകൾ അല്ലെങ്കിൽ പലർക്കും അവരാഗ്രഹിച്ച പോലെ നമ്മൾ വണങ്ങി കൊടുക്കാതെ ആകുമ്പോൾ അവർ നേരെ തിരിച്ച് മോശപ്പെട്ട രീതിയിൽ പെരുമാറി സംസാരിക്കുകയും ഈ ആളെ പറ്റി പറയും. ആ രീതിയിലുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ അന്ന് ഉണ്ടായിട്ടുള്ള ദുരനുഭവങ്ങളെ പറ്റി പിന്നീട് ആഫ്റ്റർ മാരേജ് അറിഞ്ഞു കഴിയുമ്പോഴുള്ള പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാം. നമുക്ക് പേരൊന്നും പറയാൻ പല നടികളാണെങ്കിലും അത് തെന്നിന്ത്യൻ നടികളാണെങ്കിലും ശരിയാണെങ്കിലും കുറച്ച് നാൾ കഴിയുമ്പോൾ ഡിവോഴ്സ്ഡ് ആയിട്ടിരിക്കും. നോർമൽ ഫാമിലികളിൽ ഡിവോഴ്സ്ഡ് ആവുന്ന കാര്യങ്ങളൊന്നും ഈ നമ്മളധികം അറിയില്ല, കാരണം സെലിബ്രിറ്റീസ് അല്ലാത്തതുകൊണ്ട്. പക്ഷെ സെലിബ്രിറ്റികളുടെ കാര്യങ്ങളാകുമ്പോൾ കാട്ടുതീ പോലെ പടർന്ന് പിടിച്ച് നമ്മൾ അറിയും. അത് ഇതുപോലെയുള്ള കാര്യങ്ങളാണ്. വിവാഹം കഴിച്ച് കുറേ കഴിയുമ്പോഴായിരിക്കും അറിയാം. എന്താ പറയുക, അതിലത് എടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അറിയാവുന്ന, തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന, തനിക്ക് കുട്ടിക്കാലം മുതൽ അറിയാവുന്ന തൻ്റെ ഒരു അകന്ന റിലേറ്റീവ് ആയിട്ടുള്ള ഒരു ആളെ തന്നെയാണ് ആതിര കല്യാണം കഴിച്ചിട്ട് ഇരിക്കുന്നത്, വിഷ്ണു നമ്പൂതിരി. പിന്നെ
അതുകൊണ്ട് തന്നെ തനിക്കുണ്ടായ അനുഭവങ്ങളും എല്ലാം അദ്ദേഹമായി ഷെയർ ചെയ്യുകയും അത് ഒരു തുറന്നൊരു സംഭാഷണം മനസ്സിലാക്കപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ മറ്റൊരാളെ പുറമേ നോക്കണേക്കാളും എന്തുകൊണ്ടും തന്നെ ചേർത്ത് നിർത്താനും തനിക്കൊരു ധൈര്യം തരാനും ജീവിതം തരാനും പറ്റുന്ന ഒരാളായിരിക്കും എന്ന് ഷുവറാണ്. കാരണം തൻ്റെ കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണെങ്കിൽ അതറിഞ്ഞിട്ട് നമ്മളെ വിവാഹം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത്തരത്തിലൊരു വിവാഹം നടന്നത് കൊണ്ടാണ് ഒരു പക്ഷേ ഈ ആതിര എന്ന് പറയുന്ന നമ്മുടെ മമ്മൂട്ടിയുടെ നായികയായിരുന്ന ദാദാസാഹിയുടെ നായികയായിരുന്ന ആതിര ഇന്നും ജീവനോടെ ഇരിക്കുന്നത്. ആ മനുഷ്യൻ കാറ്ററിംഗ് ആണ് ചെയ്തിരുന്നത്. പിന്നീട് ഇത് എല്ലാം വേണ്ടാന്ന് വെച്ച് ആഫ്റ്റർ മാരേജ് ഈ അദ്ദേഹത്തിൻ്റെ കൂടെ കാറ്ററിംഗിലേക്ക് തിരികെയും ഹസ്ബൻഡിൻ്റെയും മക്കളുടെയും കാര്യങ്ങൾ നോക്കി ഒതുങ്ങുകയും ചെയ്തു. ഒരിക്കൽ പോലും തിരിച്ച് സിനിമയിൽ പോകണമെന്ന് ഈ ആതിരയ്ക്ക് തോന്നാത്തതിൻ്റെ കാരണം ചില ആളുകൾക്ക് കുറേ കാലം അഭിനയിച്ച് കുറേ നാൾ വീട്ടിൽ വരുന്നിരിക്കുമ്പോൾ തിരിച്ച് പോവാമെന്ന് കരുതി തിരിച്ചു വരുന്ന നടികളുണ്ട്. പക്ഷെ ഇവർക്ക് അത് തോന്നാത്തത് അത്രയും ഉള്ള ഒരു എന്താ പറയുക ദുരനുഭവങ്ങൾ വിചാരിക്കാത്തവരെ കയ്യിൽ നിന്ന് പോലും ഈ ഫീൽഡിൽ ഉണ്ടായിട്ടുള്ളതിൻ്റെ മുറിവുകൾ ഇന്നും അവരുടെ ഉണങ്ങിയിട്ടില്ല. പക്ഷെ അവരിന്നും ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്. അത് ആ ഹസ്ബൻഡിൻ്റെ മിടുക്കാണ്. സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്. അവർക്ക് ഇപ്പോഴുള്ള ജീവിതത്തിൽ ഒരുപാട് പൈസയോ കാര്യങ്ങളോ ഒന്നുമില്ലെങ്കിലും ആ ഭർത്താവും മക്കളൊക്കെ ആയിട്ടുള്ള ഹാപ്പി ലൈഫ് അവരുടെ ജീവിതത്തിലുണ്ട്. ഇത് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് മാത്രം അദ്ദേഹം ആ ഒരു സ്നേഹം അന്നും ഇന്നും അത് പറയാണ്ട വയ്യ എനിക്ക്. അതുകൊണ്ട് മാത്രം ഞാൻ ജീവിച്ചു പോയത്. അല്ലെങ്കിൽ ഞാനും ചിലപ്പോൾ സൂയിസൈഡൊക്കെ ചെയ്തു പോയേനെ. കാരണം അതിനകത്തുനിന്ന് നമുക്ക് രക്ഷപ്പെട്ട് പോകാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ടായിരുന്നു ശരിക്കും. അത് കഴിഞ്ഞിട്ടും നമ്മൾ നിർത്തിയെന്ന് പറഞ്ഞാലും നമുക്കൊരു പുറത്ത് ഞാൻ പറഞ്ഞില്ലേ സ്വാതന്ത്ര്യത്തോടുകൂടി ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫാമിലി എല്ലാം എനിക്ക് തിരിച്ചു ഞാൻ വന്നപ്പോൾ സപ്പോർട്ടായിരുന്നു. ഞാൻ ജാട കാണിച്ച് നടന്നിട്ടുണ്ട്. ജാട കാണിക്കാണ്ട് പറ്റില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. എല്ലാവരോടും തുറന്ന് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ഞാൻ ഇനി അത് തുറന്ന് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്നൊരു തെറ്റാണ്. എത്രയോ പേര് ആ ട്രാപ്പുകളിൽ പെട്ട് വേറെ ഭാഷയിൽ അഭിനയിച്ച് നശിച്ചു പോണു. നമ്മൾ കാണണ്ടല്ലോ എത്രയോ പേരുടെ കാര്യങ്ങൾ, എത്രയോ പേര്. അതൊക്കെ നോക്കുമ്പോൾ എനിക്ക് നല്ലൊരു അതുകൊണ്ട് എനിക്ക് ബഹുമാനമുണ്ട് കേട്ടോ. ഫീൽഡിൽ വന്നതിൽ എനിക്ക് എന്നെ ഫീൽഡിൽ കൊണ്ടുവന്നവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം എന്നെ 10 പേര് അറിയണത് ഞാൻ ആ ഫീൽഡിൽ വന്ന, അല്ലെങ്കിൽ ഏതോ ഒരു രമ്യ, എവിടെയോ ഒരു രമ്യ, അത്രയേ ഉള്ളൂ. ഇപ്പം അതല്ല, ഞാൻ ആ ഫിലിമിൽ അഭിനയിച്ച കാരണം അത്രയും ജനത്തിന് മുഴുവൻ തിരിച്ചറിയുന്നുണ്ട്. ഇപ്പോഴും ഞാൻ കഴിഞ്ഞ ആഴ്ച കൂടെ ഒരു ഫംഗ്ഷന് മുമ്പ് എവിടെയോ കണ്ടുപരിച്ചുള്ള മുഖം, അങ്ങനെയാണ് പറഞ്ഞത്. ആർക്കും മനസ്സിലാവണം അങ്ങനെയല്ല, എവിടെയോ കണ്ടുപരിച്ചുള്ള മുഖം. അതിനകത്ത് ഞാൻ ഹാപ്പിയാണ്. അതാ ഞാൻ പറയാം, എനിക്ക് ഫിലിം തന്നേക്കണ ഏറ്റവും വലിയൊരിതാണ് മറ്റുള്ളവരുടെ ബഹുമാനം, സ്നേഹം. നമ്മളെ സ്നേഹിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ഫാമിലിയെ കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞു. നേരത്തെ സൂചിപ്പിച്ചു ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ഭർത്താവാണ് എന്ന്. അത് ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ റിലേറ്റീവാണ്. അപ്പോൾ എനിക്ക് 11 വയസ്സ്, എൻ്റെ അച്ഛൻ മരിക്കണേക്കാൾ മുമ്പ് എനിക്ക് പരിചയപ്പെട്ടതാണ് ഞാൻ ഹസ്ബൻഡിനെ. അത് ഞങ്ങൾ കൂട്ടായിരുന്നു, നല്ലൊരിതായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറയാം, ഈ ഫീൽഡിൽ നിന്ന് ഒരു ഇതായപ്പോൾ എനിക്ക് വേറെ പ്രപ്പോസൽസ് വന്നപ്പോഴാണ് എനിക്ക് ആരുമായിട്ടും അങ്ങനെ ചോദിക്കാൻ പറ്റില്ല. ആരും എപ്പോഴോ ഞാൻ മോഹിച്ചിരുന്നാണ് പുള്ളിയെ മാരേജ് ചെയ്യണത്. പുള്ളിയോട് ചോദിച്ചു, പുള്ളി മറുപടി പറയാമെന്ന് പറഞ്ഞു. മാരേജ് കഴിഞ്ഞു. ഇല്ല, പുള്ളി എന്നെ ലവ് ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ഒരു 16-ാം വയസ്സ് തൊട്ട് പുള്ളിയെ ലവ് ചെയ്തതാ ശരിക്കും. പക്ഷേ പുള്ളി അത് അറിഞ്ഞുമില്ല, ഒന്നുമില്ല. അല്ലാണ്ട് തന്നെ അറേഞ്ച് ചെയ്ത് ഉള്ള മാരേജ് തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ദൈവം തന്നേക്കണ ഒരു ഭാഗ്യം. എനിക്ക് 23 വയസ്സ്, 23-ാമത്തെ വയസ്സിലാണ് മാരേജ്. 24 വയസ്സായപ്പോഴത്തേക്കും മോനുണ്ടായി. അയാളിപ്പോൾ BCAക്ക് പഠിക്കണു, വൈഷ്ണവ്. അയാൾ അത്യാവശ്യം കലാപരമായിട്ടൊക്കെ ഉണ്ട്, ചെണ്ടകൊട്ടുണ്ട്, കുറുമ്പുകളുണ്ട്, ആ ഫീൽഡൊക്കെ ഉണ്ട്. മോള് വരദ എന്ന് പറയും, വരദയാണ്. ഇപ്പോൾ +2ലേക്ക് ആവണു. അയാൾക്കും അത്യാവശ്യം ഡാൻസ്, പാട്ട് ഒക്കെ. ഈ പറയുന്ന റിലേറ്റീവിന്, അച്ഛൻ്റെ റിലേറ്റീവ് ആയിരുന്ന ആളെ 16-ാം വയസ്സ് തൊട്ട് ഇഷ്ടം ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അറിയില്ല. 11 വയസ്സ് തൊട്ടേ അവർ കാണുന്നതാണ്. അപ്പോൾ തങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും പരസ്പരം തുറന്ന് പറയും. തനിക്കുണ്ടായ ആ സമയത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ പുറമേന്ന് വേറൊരാൾ വന്ന് കല്യാണം കഴിക്കുക, പിന്നീട് എന്തെങ്കിലും ഈ പറയുന്ന ഫിലിം ഫീൽഡിലുണ്ടായിരുന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന പോലത്തെ കാര്യങ്ങളോ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞ് ജീവിതം ഇല്ലാണ്ടാവുന്നതിന് നല്ലത് എല്ലാ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്ത് നമ്മളെന്താണ് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് ഏറ്റവും സെറ്റ് തുറന്നു പറഞ്ഞ് അതിനുശേഷം നമ്മൾ സെറ്റാവുന്ന ഒരു കപ്പിൾസ് അല്ലെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവും ആണെങ്കിൽ ജീവിതത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്നെ ആരെന്തൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഇടയിൽ കിടന്ന് കളിച്ചാലും നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബന്ധം ഈ പറയുന്ന ആതിരയായിട്ട് ഈ പറയുന്ന വിഷ്ണു നമ്പൂതിരി ആയുള്ള വിവാഹം ഉണ്ടായതുകൊണ്ട് തന്നെ ഇന്ന് 2 മക്കള്, വൈഷ്ണവ് പിന്നെ വൈഗ,
അവരൊക്കെ ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു. അവർക്കും അത്യാവശ്യം വേണ്ട കലകളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഈ ഭർത്താവിൻ്റെ കാറ്ററിങ് കാര്യങ്ങളിലൊക്കെ ഹെൽപ്പ് ചെയ്ത് ആതിര എന്ന് പറയുന്ന ആ നടി, നമ്മുടെ മമ്മൂക്കയുടെ ആ നായിക ഇപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരുപാട് ദുരനുഭവങ്ങൾ ഈ ഫീൽഡിൽ അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്, എക്കാലത്തുണ്ട്. പലരും അത് പറയുന്നില്ല. പലരും ഈ ട്രാപ്പിൽ വീണ് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് തിരിച്ച് പോരാൻ പറ്റാതിരിക്കുന്നു. പല ആളുകളും ഇത് ഇങ്ങനെയല്ല എന്ന് കരുതി ആ ഒരു ഫാന്റസി ലോകമാണ് ഫിലിം. അതിലേക്ക് ചെല്ലാൻ ഞാനടക്കമുള്ള നിങ്ങളടക്കമുള്ള എല്ലാവർക്കും ഫിലിം ഭയങ്കര ഇഷ്ടമാണ് ആ ഫീൽഡിൽ എത്താനായിട്ട്. പക്ഷെ എത്തിക്കഴിയുമ്പോൾ ഓരോരുത്തരുടെ ഭാഗ്യമാണ്. ചിലർ ട്രാപ്പിൽ അവർ ആക്കും. അങ്ങനെയാണ് ആ ലോകം. പലരും അതെല്ലായിടത്തും അങ്ങനെയാണല്ലോ. അതിന് കയറാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ചിലവർ ഇതുപോലെ കയറും, ചിലവർ കയറി പോന്നാൽ പിന്നെയും അവരെ പിന്തുടരുന്ന ആളുകളുണ്ട്. അത്തരത്തിലുള്ള അനുഭവം അതിലേക്ക് ഉണ്ടായിട്ട് പക്ഷെ പിന്നീട് ടോട്ടലി അതിൽ നിന്ന് മാറി. എന്നാൽ അതിൽ നിന്ന് മാറാതെ ഇത് ജീവിതകാലം മരണം വരെയും അത് പുറകെ നടക്കുന്ന ഒരുപാട് നടികളുണ്ട്. ഇപ്പോഴും തെന്നിന്ത്യയിൽ മലയാളത്തിൽ നിന്ന് കയറി തമിഴ് തെലുങ്ക് ഒക്കെ ആയിട്ട് പോയി നടക്കുന്ന ഒരുപാട് നടികളുണ്ട് ട്രാപ്പിൽ നിന്നൊന്നും കയറാൻ പറ്റാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ട്രാപ്പുകൾ ഈ ഫീൽഡിലും ഉണ്ട്. തനിക്കുണ്ടായ അനുഭവങ്ങളും ആതിര പറഞ്ഞു. ഇത്തരത്തിലുള്ള ട്രാപ്പുകളിലൊന്നും പെടാതിരിക്കട്ടെ. കാരണം ഇതുപോലെ ഒരു പാവം പിടിച്ച പോലത്തെ ഒരു സാധാരണ ഒരു കുടുംബത്തിലെ ഒരു ഗ്രാമത്തില് ഇന്നത്തെ കാലത്തെ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്തായിരുന്നു ഈ പാവം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ അതിന്റെ മറ്റു വശങ്ങളോ വീഡിയോസോ ഒന്നും അറിയാത്തത് കൊണ്ടാണ്. പക്ഷെ ഇന്നത്തെ കാലത്താണെങ്കിൽ വന്നിരുന്ന് സ്വന്തം ചാനൽ തന്നെ വന്ന് തനിക്ക് നേരിട്ട ദുരനുഭവത്തെ പറ്റി ഏത് നടനിൽ നിന്ന്, ഏത് ഡയറക്ടറിൽ നിന്ന്, ഏത് പ്രൊഡ്യൂസറിൽ നിന്ന്, പ്രൊഡക്ഷൻ കൺട്രോളറിൽ നിന്ന്, അല്ലെങ്കിൽ ക്യാമറമാനിൽ നിന്ന്, അല്ലെങ്കിൽ ഏതൊക്കെയാണെങ്കിലും വിളിച്ച് പറയാം. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ നല്ല ബോൾഡാണ്. അങ്ങനെ തന്നെ വേണം. അടുത്ത നല്ലൊരു ടോക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താടിയും പൊട്ടും ടോക്സ്. ബൈ.